യഥാർത്ഥത്തിൽ ഈ രുദ്രാക്ഷം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? കുലവാലായ്മകൾ വരുമ്പോൾ, അശൗച കാലഘട്ടം, മരണ വീടുകൾ, ഇത്തരം കാര്യങ്ങളിൽ ആയി ബന്ധപ്പെടേണ്ട സാഹചര്യം വരുമ്പോൾ രുദ്രാക്ഷം ധരിക്കണം. ആരുടെയെങ്കിലും ചിതയ്ക്ക് പൊള്ളി വയ്ക്കേണ്ട സാഹചര്യം വരുമ്പോൾ രുദ്രാക്ഷം ധരിച്ചിരിക്കണം. മറ്റുള്ള എന്തെങ്കിലും പരിപാടിക്കാണെങ്കിലും പോകുമ്പോൾ രുദ്രാക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുന്ന ഒരു ആളുകളുണ്ട്. വിഷാംശമുള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത്. അല്ലെങ്കിൽ മാനസിക സംഘർഷം വരുമ്പോഴാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത്. ആ സമയത്ത് നിങ്ങൾ ഊരി വയ്ക്കുകയും സുഖകരമായ അവസ്ഥയിൽ ഇതിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്നതിനകത്ത് എന്ത് കാര്യമായിരിക്കും? അപ്പോൾ ഒരു കാര്യമില്ല, അങ്ങനെ ഇടാതിരിക്കാൻ നല്ലത്. എത്ര മുഖമുള്ള രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ അത്രയും വിത്തുകൾ അതിനുള്ളിലുണ്ട്. 3 മുഖം മാത്രമായിട്ടുള്ള കുറേ കായ്കൾ അയച്ചു തന്നു. ആ മരത്തിൽ അങ്ങനെ തന്നെ കുറേ ഉണ്ടായത്. ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ കയ്യിൽ കിട്ടിയപ്പം ശരിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രതിഭാസം എന്നേ പറയാൻ പറ്റുള്ളൂ, അതിനപ്പുറം. ചേട്ടാ, ഈ രുദ്രാക്ഷം ഇപ്പം ചേട്ടൻ തന്നെ രുദ്രാക്ഷം ഇട്ടിട്ടുണ്ട്, വലിയ രുദ്രാക്ഷമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ രുദ്രാക്ഷത്തെ പറ്റി ഒരുപാട് കഥകൾ പ്രചരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ മാത്രമേ രുദ്രാക്ഷം ധരിക്കാവൂ, ഇറച്ചി മീനും കഴിക്കുന്ന ഒരു രുദ്രാക്ഷം ഇടാൻ പാടില്ല, നിങ്ങളുടെ രുദ്രാക്ഷത്തിന് പവർ പോയിട്ടുണ്ട്, അത് പവർ ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചില മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രുദ്രാക്ഷത്തിൻ്റെ പവർ പോവുക എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ രുദ്രാക്ഷം എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്? ഇത് ഒരു മരത്തിൻ്റെ കായാണ്. അതിൻ്റെ പുറമേ അതിൻ്റെ പഴം, നെല്ലിക്ക പോലെ അതിൻ്റെ പഴം പുറമേ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലുള്ള വിത്തിൻ്റെ ഷെല്ലാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനുള്ളിൽ അതിൻ്റെ വിത്തുണ്ട്. അപ്പം എത്ര മുഖമുള്ള രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ അത്രയും വിത്തുകൾ അതിനുള്ളിലുണ്ട്. അപ്പം 8 മുഖമുള്ള രുദ്രാക്ഷം മീൻസ് 8 വരകളുണ്ടാവും. അത് നമ്മൾ നടുവേ കട്ട് ചെയ്താൽ അതിനുള്ളിൽ 8 വിത്തും കിട്ടും. ഈ വിത്തുകൾ ജീവനുള്ളതാണ്. എല്ലാ വസ്തുക്കളും സ്പന്ദിക്കുന്നുണ്ട്. ആ സ്പന്ദനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഒരു ഫീൽഡ് എല്ലാവർക്കും ഉണ്ട്. നമ്മളിപ്പോൾ അതിനെ ഓറ എന്നൊക്കെ വിളിക്കും. ആ സ്പന്ദനം കൊണ്ടുണ്ടാവുന്നതാണ്. അത്തരത്തിലൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഒരു ഓറ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഈ രുദ്രാക്ഷത്തിനും ഉണ്ട്. പക്ഷേ മറ്റുള്ള കായകളോ മറ്റുള്ള ഇതിനെ പഴങ്ങളെ പോലെയല്ല, കുറച്ചുകൂടി അതിന് വലുതാണ്. അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം കുറച്ചുകൂടി വലുതാണ്. മനുഷ്യരുമായിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മളുടെ മനുഷ്യൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇതിന് ഒരു പെട്ടെന്ന് സിങ്ക് ആവും. അതാണ് രുദ്രാക്ഷത്തിൻ്റെ പ്രത്യേകത. ഞാൻ മനസ്സിലാക്കിയ ഒരു കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പോയപ്പോൾ, ഇപ്പോൾ പുരാണങ്ങളിൽ അതിന് ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഓരോ തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഓരോ ദേവതകളെ പറ്റി, നമ്മളിപ്പോൾ സാളഗ്രാമം പറഞ്ഞതുപോലെ തന്നെ ഓരോ ദേവതകളെ പറയുന്നുണ്ട്. എനിക്കത് ശിവന്റെ പേരിലാണ് കൂടുതൽ രുദ്രാക്ഷം. ശിവന്റെ 3 കണ്ണിൽ നിന്നും പ്രത്യേകമായിട്ടുണ്ടായെന്നാണ്. രുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം എന്നും അല്ലെങ്കിൽ ദുഃഖം എന്നും അതിനെ ദ്രവിപ്പിക്കുന്നത് രുദ്രൻ എന്നുമാണ്. അപ്പം രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ രുദ്രൻ്റെ കണ്ണുകളിൽ നിന്നുണ്ടായത്, അല്ലെങ്കിൽ രുദ്രൻ്റെ തന്നെ നോട്ടം എന്നും പറയാം. ഭഗവാന്റെ കടാക്ഷം എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറയാം. അപ്പോൾ എന്താണ് ഈ എലിയോകാർപ്പസ് എന്ന് പറയുന്ന ഒരു വൃക്ഷവിഭാഗത്തിൽ വരുന്ന ഒരു സംഗതിയാണ് ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത്. എലിയോകാർപ്പസ് ജെനട്രസ് റോക്സ് ആണ് രുദ്രാക്ഷം. അതിൽ ട്യൂബർക്കുലേറ്റസ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ നമ്മുടെ ഈ കുടവാക, തല്ലിത്തേങ്ങ എന്നൊക്കെ പറയുന്ന ഈ താന്നിക്കായൊക്കെ പോലത്തെ സാധനം വരും. ഇങ്ങനെ ചന്ദ്രക്കലയുടെ ആകൃതിയിലൊക്കെ ഇരിക്കും. നമ്മൾ ശബരിമലയൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം രുദ്രാക്ഷം എന്ന് പറഞ്ഞ് ഇങ്ങനെ ആമത്തോട് പോലെയും ഇങ്ങനെ ചന്ദ്രക്കല പോലെയും കണ്ടാൽ രുദ്രാക്ഷം പോലെ തന്നെ ഇരിക്കുന്ന സാധനങ്ങൾ. അതൊക്കെ ഓരോരുത്തരും ഇപ്പോൾ വലിയ കാര്യമായിട്ട് അതൊക്കെ രുദ്രാക്ഷമാണെന്ന് പറഞ്ഞ് ധരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അല്ല, അത് അതിൻ്റെ തന്നെ വിഭാഗത്തിൽ വരുന്ന മറ്റൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാടുണ്ട്. ഒരുപാട് അതേ കാറ്റഗറിയിൽ തന്നെ ഒരുപാട് കായകളുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് രുദ്രാക്ഷത്തിന് മാത്രമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രത്നങ്ങളെ പോലെ തന്നെ നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ട ആധാരചക്രങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷി രുദ്രാക്ഷത്തിനുണ്ട്. ഇപ്പം ഞാൻ 2007 കാലത്ത് ഒരു രാമേശ്വര യാത്രയിലാണ് ഇങ്ങനെ ഒരാളിൽ നിന്ന് കുറേ രുദ്രാക്ഷങ്ങൾ കിട്ടി. അതെല്ലാം ഫേക്കായിരുന്നു. അത് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഒരു ഗുരുനാഥനെ കൊണ്ടുപോയി കാണിച്ചു, തൃപ്പൂണിത്തുറയിലുള്ള മുരളി എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തെ കാണിച്ചപ്പം അദ്ദേഹം ആ സമയത്ത് രുദ്രാക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ റിസർച്ച് തുടങ്ങി ഇരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഏകദേശം 6 മാസം കഴിഞ്ഞ് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം നേപ്പാളിലൊക്കെ ഒരു യാത്രയൊക്കെ നടത്തി ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി. അദ്ദേഹം പയ്യെ ഈ രുദ്രാക്ഷത്തെ പറ്റി പഠിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ദേവി ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 11ാം അധ്യായത്തിൽ രുദ്രാക്ഷത്തിൻ്റെ ഒരു ഭാഗം വളരെ ഭംഗിയായിട്ട് കിടക്കുന്നത് കാണിച്ചു തന്നത്. അതായത് സ്നാനം, ദാനം, ജപം, ഹോമം, ഭക്ഷണം കഴിക്കുക, വൈശ്വദേവം, സുരാർച്ചനം, പൂജ, പ്രായച്ചിത്തം,
ശ്രാദ്ധം, ഇങ്ങനെ സകല കർമ്മങ്ങൾക്കും രുദ്രാക്ഷം കൂടാതെ ചെയ്യരുത്. ദേവീഭാഗവതം പറഞ്ഞു, രുദ്രാക്ഷം കൂടാതെ ചെയ്യരുത്. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് പോകുന്നത് കൊണ്ടൊരു പാപം ഉണ്ടാവും. ഇപ്പം ഒരു അത്ര സുഖകരമല്ലാത്ത ഒരു വസ്തു മണക്കേണ്ടി വരിക, രുചിക്കേണ്ടി വരിക, കുടിക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്തു വന്നാലും രുദ്രാക്ഷം ധരിക്കണം. കുലവാലായ്മകൾ വരുമ്പം, അശൗച കാലഘട്ടം, മരണ വീടുകൾ, ഇത്തരം കാര്യങ്ങളിൽ ആയി ബന്ധപ്പെടേണ്ട സാഹചര്യം വരുമ്പം രുദ്രാക്ഷം ധരിക്കണം. ആരുടെയെങ്കിലും ചിതയ്ക്ക് പൊള്ളി വയ്ക്കേണ്ട സാഹചര്യം വരുമ്പോൾ രുദ്രാക്ഷം ധരിച്ചിരിക്കണം. എപ്പോഴാണോ പാപം എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നത്, അപ്പോഴൊക്കെ രുദ്രാക്ഷം വേണം എന്നാണ് ദേവീഭാഗവതം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നാട്ടിലെ കാരണവന്മാരെന്ത് ചെയ്യും? ഒരു കാരണവശാലും ഇടരുത്, ഇത് വയസ്സായി കഴിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതെ, അത് മാത്രമല്ല, ദൈവത്തെ പോലെയാണ് പലരും രുദ്രാക്ഷത്തെ കാണുന്നത്. ഈ ദൈവത്തെ വെച്ചോണ്ടാണോ നീ ഇതിന് പോകുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മറ്റുള്ള എന്തെങ്കിലും പരിപാടിക്കാണെങ്കിലും പോകുമ്പോൾ രുദ്രാക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ആളുകളുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ ഇദ്ദേഹത്തിന് നല്ലൊരു ടോർച്ച് തന്നു, നിങ്ങളത് പകൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ, രാത്രിയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് രാത്രി പോകാനാണ് ഞാൻ തന്നത്, നിങ്ങൾക്ക് പാപമുള്ള സ്ഥലത്ത്, ടോക്സിൻ അല്ലെങ്കിൽ വിഷാംശമുള്ള സ്ഥലത്ത് പോകുമ്പോഴാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത്, അല്ലെങ്കിൽ മാനസിക സംഘർഷം വരുമ്പോഴാണ് രുദ്രാക്ഷം ധരിക്കേണ്ടത്. ആ സമയത്ത് നിങ്ങൾ ഊരി വയ്ക്കുകയും സുഖകരമായ അവസ്ഥയിൽ ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്നതിനകത്ത് എന്ത് കാര്യമായിരിക്കുന്നു? അപ്പോൾ ഒരു കാര്യമില്ല, അങ്ങനെ ഇടാതിരിക്കുക നല്ലത്. പിന്നെ എന്താ വെച്ചാൽ, ഇനി എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം. 2008 കാലത്ത് ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും അദ്ദേഹം ഇങ്ങനെ അന്ന് രുദ്രാക്ഷത്തിൻ്റെ ഇങ്ങനെ പ്രദർശനങ്ങളും അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ കുറേ കാലം കറങ്ങി. ഏകദേശം 4-5 വർഷത്തോളം കൂടെ നടന്ന് ഞാൻ മനസ്സിലാക്കി പഠിച്ചു. അപ്പോൾ ആദ്യം എല്ലാവർക്കും എന്ത് ചെയ്തു, എല്ലാവർക്കും പുള്ളി രുദ്രാക്ഷം കൊടുത്ത കൂട്ടത്തിൽ എനിക്കും തന്നു. എനിക്ക് തന്നത് 11 മുഖമാണ്. അന്ന് ഒരുപാടൊന്നും അറിയില്ല ഇതിനെപ്പറ്റി. പക്ഷേ ഈ എല്ലാവർക്കും കിട്ടിയത് 12 മുഖവും എനിക്ക് 11 മുഖമാണ് കിട്ടിയത്. ഈ 12 മുഖം കിട്ടിയവരൊക്കെ ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിളായി, അവരുടെ നിലയൊക്കെ മെച്ചപ്പെട്ടു. എൻ്റെ നില മെച്ചപ്പെട്ടില്ല. ഞാൻ കുറേ പ്രശ്നങ്ങളിലേക്ക് പോയി. ആ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ പരദേവതയെ കണ്ടെത്തി, അനുഷ്ഠാനം തുടങ്ങി, എൻ്റെ ജാതകപരമായ ചില ദോഷങ്ങളുടെ പരിഹാരം തുടങ്ങി, ജപം കുറച്ചുകൂടി ഭംഗിയാക്കി, നന്നാക്കി. അനുഷ്ഠാനത്തിന് വേണ്ടി ദിവസം ഒരു 2.5-3 മണിക്കൂർ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ വഴിയിലേക്ക് തിരിച്ചു. പിന്നീടാണ് മനസ്സിലായത് 11 രുദ്രാക്ഷം ഹനുമാനാണ് അതിൻ്റെ ദേവത. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അനുഷ്ഠാനം നേരെയാവുക എന്നാണ്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് 11 തന്നത്, 12 എല്ലാവർക്കും കൊടുത്തത്, ആ കൂട്ടം 12 കരുതിയാണ് തന്നത്, മാറിപ്പോയി. അപ്പോൾ എന്നാൽ 12 കൂടി തരാമെന്ന് പറഞ്ഞു. ഈ 12 തരുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതിക്കൊന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. അതിനിടയിൽ പക്ഷേ ഞാൻ 6, 7, 8 മുഖങ്ങളുള്ളത്, 4 മുഖമുള്ളതൊക്കെ ധരിച്ചു തുടങ്ങി. വലിയ ഈ മാല ഇങ്ങനെ ആവുന്നതിന് മുമ്പ് 5 മുഖത്തിൻ്റെ മാലയിൽ ഒരു 11 മുഖത്തിൻ്റെ ലോക്കറ്റായിരുന്നു. പിന്നീട് ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്ന കൂടെ ചേർത്താണ്. അതെന്ന് വെച്ചാൽ വിലയുണ്ട് ഇതിന്, നല്ല സാമാന്യം നല്ല വിലയുണ്ട്. ഇപ്പം ഓരോന്ന് ചേർത്ത് ഞാനിപ്പം അത് എൻ്റെ ഒരു ഇപ്പോൾ സിദ്ധമാല എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതായത് 1 മുതൽ 12 വരെയുള്ള, ഒന്നില്ല ഇപ്പോൾ, അതുകൊണ്ട് 2 മുതൽ 12 വരെ ഗൗരി ശങ്കരം ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു മാലയ്ക്ക് പറയുന്നതാണ് സിദ്ധമാല. അതാണ് ഒരു സാധകനായിട്ടുള്ള ഒരാൾ ധരിക്കേണ്ട സാധനം. മോക്ഷാർത്ഥി മുമുക്ഷുവായ ഒരാൾ ധരിക്കേണ്ടത് സിദ്ധമാലയാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് 13 മുഖം കൂടി ചേർത്താൽ ഇന്ദ്രമാലയായി. എല്ലാത്തിനും, എല്ലാ രുദ്രാക്ഷങ്ങൾക്കും സാമാന്യനുള്ള ഫലം ഒന്നാണ്. 50% വരെ നമ്മുടെ ഓറയെ സ്ട്രെങ്തൻ ചെയ്യുക, നമുക്ക് ഒരു മാനസിക ധൈര്യം ഉണ്ടാക്കുക, നമ്മുടെ ഈ പാപങ്ങളിൽ നിന്ന് നമ്മളെ മുക്തി വരുത്തുക. ഈ പാപം പുണ്യം എന്ന് പറയുന്ന ആപേക്ഷികമായിട്ടുള്ള വിഷയമാണ്. നമ്മുടെ മനസ്സിനെ സ്റ്റേബിളാക്കി നിർത്തിയാൽ മതി, വേറെ പാപചിന്തയൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഒരു 50% ഫലം. ബാക്കി 50% ഇതിന് യുണീക്കായിട്ടുള്ള ഓരോ ഫലങ്ങളുണ്ട്. ഇപ്പം 6 മുഖം കാർത്തികേയ സ്വാമിയാണ്. കാർത്തികേയ സ്വാമിക്ക് നമുക്ക് കുറച്ച് ഒരു അഗ്രസീവ് ആകുക എന്നുള്ളൊരു ഫലത്തെ തരാൻ പറ്റും. 7 മുഖം ശനിദോഷ പരിഹാരത്തിന് വേണ്ടി ധരിക്കുന്നതാണ്. ആ കൂടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകാൻ വേണ്ടി ആളുകൾ ഇടാറുണ്ട്. 8 മുഖ രുദ്രാക്ഷം കേതു പ്രീതിക്ക് വേണ്ടിയിട്ട്, ഗണപതി പ്രീതിക്ക് ഇടാറുണ്ട്. 9 മുഖം ചണ്ഡികാ പ്രീതിക്ക് വേണ്ടിയിട്ട്
ഇടാറുണ്ട്. ഈ നവരാത്രി കാലത്തൊക്കെ 9 മുഖം രുദ്രാക്ഷമാണ് ധരിക്കുന്നത്. 10 മുഖം ജനാർദ്ദന സ്വാമിയാണ് ഇപ്പോൾ പ്രൊട്ടക്ഷന് വേണ്ടി ധരിക്കുന്നത്. സുദർശനചക്രം ഏന്തിയ കൃഷ്ണൻ. ഇനി ഒരു മുഖം എടുത്താൽ സാക്ഷാൽ രുദ്രൻ തന്നെ. പക്ഷെ അങ്ങനെ ഒരു സാധനം നാട്ടിലില്ല, ആരും കണ്ടിട്ടുമില്ല. 2 മുഖം മുതൽ കിട്ടാനുണ്ട്. 2 മുഖം എനിക്കൊന്ന് പോപ്പുലർ ആയിട്ടുള്ളത് പഞ്ചമുഖമാണെന്ന് തോന്നുന്നു. പഞ്ചമുഖം ഒരു മരം. ഇനി രസകരമായ കാര്യം ഞാൻ പറയാം. എൻ്റെ കൈകൊണ്ട് തന്നെ ഞാനൊരു 10-12 രുദ്രാക്ഷ തൈകൾ പല സ്ഥലത്തായിട്ട് നട്ടിട്ടുണ്ട്. അതല്ലാതെ ഞാൻ നട്ടത് കണ്ടതും പരിപാലിച്ചതും ഒക്കെ ആയിട്ട് ഒരുപാട് മരങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആകെ കിട്ടിയത് ഒരു 9 മുഖമാണ് ഇതിൽ നിന്ന് പ്രത്യേകമായിട്ട് കിട്ടിയത്. ബാക്കിയെല്ലാം 4, 5, 6 മാത്രമായിരുന്നു. ഒരു മരത്തിൽ ഉണ്ടായിരുന്ന ഏകദേശം ഒരു 70-80% 5 മുഖമായിരിക്കും. കുറച്ച് ഒരു 4 മുഖം 6 മുഖം വരെ ഉണ്ടാവാറുണ്ട്. അതിന് മുകളിലേക്കുള്ളതെല്ലാം താഴേക്കുള്ളതൊക്കെ റെയറായിട്ട് ഉണ്ടാവാറുള്ളൂ എന്നിങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു. സാധാരണ അവിടെ അനുഭവം അതായിരുന്നു. അപ്പോൾ കൊല്ലത്തുനിന്നുള്ളൊരു സുഹൃത്ത് എനിക്ക് 3 മുഖം മാത്രമായിട്ടുള്ള കുറേ കായ്കൾ അയച്ചു തന്നു. ആ മരത്തിൽ അങ്ങനെ തന്നെ കുറേ ഉണ്ടായത്രേ. ആദ്യം വിശ്വസിച്ചില്ല, പക്ഷെ കയ്യിൽ കിട്ടിയപ്പം ശരിയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രതിഭാസം എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറം സാധാരണഗതിയിൽ 4, 5, 6 ഉണ്ടാകാറ്, മുഖങ്ങളുള്ളതാണ് ഉണ്ടാകാറ്. പിന്നെ ഇത് കോർക്കുന്നതിനൊക്കെ ദേവീഭാഗവതം ക്രമം പറഞ്ഞിട്ടുണ്ട്. ഈ തലയോട് വാലിനോടായിട്ട് ചേർക്കണം. രുദ്രാക്ഷത്തിന് ദ്വാരം വളരെ വ്യക്തമായിട്ടുള്ളൊരു ഭാഗം. അടിവശത്തൊരു ഈ വാലെന്ന് പറഞ്ഞാൽ ഒരു നേർത്ത ലൈൻ പോലെയൊക്കെ ആയിരിക്കും. അപ്പം ദ്വാരം ക്ലിയർ ആവില്ല. അപ്പം തലയോട് വാലിനോടായിട്ട് ഏതെങ്കിലും കണ്ടക്റ്റീവ് മെറ്റീരിയൽ വെച്ച് കോർക്കണം. സ്വർണം, വെള്ളി, ചെമ്പ് അതിലേതെങ്കിലും ഒന്നുകൊണ്ട് വേണം കോർത്ത് ധരിക്കാൻ, മാലയായിട്ട് ധരിക്കാൻ എന്നാണ് വ്യവസ്ഥ.